ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇന്നത്തെ ദിവസം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റു. വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ 3:30 ആയപ്പോൾ എൻ്റെ ഉറക്കം തീർന്നു. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞാനൊരു സ്വപ്നം കണ്ട് എണ്ണീറ്റാണ്. നമ്മളെ നാട്ടിൽ കടുവ ഇറങ്ങിയെന്നും സിംഹം ഇറങ്ങിയെന്നും ഒക്കെ കണ്ടു. അപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഉറക്കത്തൊന്ന് ഞെട്ടി ഉണരുമല്ലോ, അങ്ങനെ എഴുന്നേറ്റതാണ്. പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരത്തെ അടുക്കളയിലേക്ക് പോന്നു. 3:30 തന്നെ അടുക്കളയിൽ വന്നില്ല കേട്ടോ. ഞാൻ 5 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തെല്ലാം കാര്യങ്ങളല്ലേ നമ്മളെ നാട്ടിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ടി വി നോക്കാനോ മൊബൈൽ നോക്കാനോ ഒന്നും ഇപ്പോൾ പറ്റില്ല. എന്തെടുത്ത് നോക്കിയാലും കൊല്ലും കൊലയും ഒക്കെ തന്നെയുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സ് വല്ലാണ്ടായി പോകും. ഇന്നലെ രാത്രി കിടക്കാൻ സമയമായപ്പോൾ ഉണ്ടല്ലോ, ഭീകരാക്രമണത്തിൻ്റെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. ആ കൂട്ടത്തിൽ രാവിലെ കോട്ടയത്തെ ആ കൊലപാതകം നടന്നില്ലേ, 2 പേരെ കൊന്നത്, ആ വാർത്തയൊക്കെ കണ്ടിട്ട് ഇന്നലെ മനസ്സ് മൊത്തം മരവിച്ച്. കുറേ നേരം ഞാൻ അതിൻ്റെ കുറേ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ വാർത്ത കാണുന്നത്. അത് കഴിഞ്ഞ് കിടക്കാൻ നേരമായപ്പോഴത്തേക്ക് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു കുട്ടീനെ ഇങ്ങനെ വിറക് കീറുന്ന സമയത്ത് അമ്മമ്മ കണ്ടില്ല പോലും. അപ്പോൾ ഈ വാക്കത്തി വന്ന് കുട്ടീൻ്റെ 1.5 വയസ്സുകാരൻ്റെ തലയിൽ കൊണ്ടിട്ട് കുഞ്ഞ് മരിച്ചു എന്നുള്ളത്. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഏട്ടനെ വഴക്ക് പറഞ്ഞു, എന്തിനാന്ന് എന്നെ ഇങ്ങനത്തെ വാർത്തകൾ കാണിച്ചു, എനിക്ക് താങ്ങാനേ പറ്റൂല ഇങ്ങനത്തെ വാർത്തകളൊക്കെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എങ്ങനെയാണ് ഈ മനുഷ്യന്മാർക്ക് ഒരാളെ പോയി കുത്തിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും ഒക്കെ മനസ്സ് വരുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മളൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ, ഞാൻ മാത്രമൊന്നുമല്ല, ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മനുഷ്യന്മാരൊക്കെയും ഈ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും ഒക്കെ പഠിച്ചിട്ടുള്ളവരും അങ്ങനെ ചെയ്ത് ശീലമൊക്കെ ഉള്ളവരായതുകൊണ്ടല്ലേ ഇന്ന് ഈ മനുഷ്യന്മാരിങ്ങനെ, ഈ മനുഷ്യകുലം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ എല്ലാവരും തമ്മിൽ തല്ലി ചത്തിട്ടുണ്ടാവില്ലേ. ഓക്കെ പോട്ടെ, ഒത്തിരി സംസാരിച്ചാൽ ഞാൻ കാട് കയറി പോകും, നിങ്ങൾക്കും ബോറാവും. ഞാൻ പിന്നെ എൻ്റെ തത്വചിന്തകൾ മൊത്തം പുറത്തെടുത്ത് വിടും. അതുകൊണ്ട് നമുക്കത് വിടാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നു. നമ്മളെ പാചകത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ വന്ന് രാവിലെ തന്നെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി കേട്ടോ. ഈ നമ്മളെ ക്യാരറ്റും ബീൻസും ഇല്ലേ, അത് രണ്ടും കൂടി വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് വൻപയർ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു കൈപ്പിടിക്കുള്ളൊരു വൻപയർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഉലർത്ത് പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ വേവിച്ച് മാറ്റി വെച്ചു. എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ, ഈ കാണുന്ന, എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ കുക്കറുകളുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ 3-4 കുക്കറുണ്ട്. പക്ഷേ എങ്കിൽ എല്ലാം കേടാന്നേ. അപ്പോൾ ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വാങ്ങിച്ച കുക്കറാണ് ഇത്. അപ്പോൾ എന്ന് വാങ്ങിയ സമയത്ത് വലിയ കുക്കർ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ ചെറിയ കുക്കർ. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് ഒരടപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കറി വയ്ക്കുന്നതെല്ലാം അധികവും ഈ ചെറിയ കുക്കറിലാണ്. അപ്പോൾ ഈ ഒരൊറ്റ കുക്കറേ ഉള്ളതുകൊണ്ട് ഒരു സാധനം വേവിച്ച് പിന്നെ അത് മാറ്റി വെച്ച് അടുത്ത് കുക്കർ കഴുകി വീണ്ടും വെക്കണം. അങ്ങനത്തെ കുറച്ച് മെനക്കെട്ട പണി ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വൻപയർ വേവിച്ചു, അത് കഴുകി വെച്ചിട്ട് ഞാനിപ്പോൾ ചപ്പാത്തിക്കും ബാജിക്കുമുള്ള, ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാജി വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊന്നും വെക്കുന്ന പോലെയല്ല കേട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടൊക്കെയാണ് വെക്കുക. അപ്പോൾ എനിക്ക് കളറില്ലാത്ത ഈ വെളുത്തിരിക്കുന്ന ബാജി ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇവിടെ വന്ന് കഴിച്ചതാണ്. അപ്പം ഞാൻ അത് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ബാജിക്കുള്ളത് ഞാൻ അടുപ്പത്താക്കി വെച്ചിട്ട് നമ്മുടെ വൻപയർ കുറച്ച് ഉലർത്തി. വൻപയർ സത്യം പറഞ്ഞാൽ കരിഞ്ഞു പോകേണ്ടതായിരുന്നു കേട്ടോ. ഒരു സ്മെല്ല് വന്നപ്പോൾ ഞാൻ ഓടിപ്പോയി തുറന്നു നോക്കിയത് കൊണ്ട് കരിഞ്ഞില്ല. എന്നാലും അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ടേസ്റ്റ് മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചാറ് കറി വേണമല്ലോ. അപ്പോൾ ചാറിന് വേണ്ടിയിട്ട് മുരിങ്ങക്കോല് വിഷുവിന് വാങ്ങിയ മുരിങ്ങക്കോലാണ് കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള മുരിങ്ങക്കോല് ഉണക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതെടുത്തൊരു മുരിങ്ങക്കോലും തക്കാളിയും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും വീട്ടിലിങ്ങനെ ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റത് കൊണ്ടും പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ വാടി തുടങ്ങിയത് കൊണ്ട്, പിന്നെ അത് കളയണ്ടല്ലോ, ഉണക്കി കളയുന്നതിലും നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കറിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നിപ്പോൾ 2-3 കറി ആക്കിയെന്നേ ഉള്ളൂ. പിന്നത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, മീനില്ലെങ്കിൽ നമുക്ക് 2-3 കറികളൊക്കെ ഉണ്ടായാലേ ഒരു ചോറ് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അത് ഈ മീൻ കഴിച്ച് ശീലമായിപ്പോയത് കൊണ്ടാണ്. ഇപ്പോൾ പൊതുവേ മീൻ കഴിക്കൽ കുറവാണ്. എന്നാലും പണ്ട് മുതൽ, ചെറുപ്പം മുതലേ വീട്ടിൽ മീനില്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മീനില്ലെങ്കിൽ 1-2 കറികൾ വേണം എന്നുള്ളൊരു
ഇതുണ്ട്. പക്ഷെ അത് എല്ലാ ദിവസമൊന്നും സാധ്യമാവാറില്ല. ഇതിനിടയ്ക്ക് അച്ഛനും മോനും കൂടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ മാനൂട്ടൻ എണ്ണീറ്റില്ല, ഏട്ടൻ മാത്രമേ എണ്ണീറ്റുള്ളൂ. അപ്പോൾ ഏട്ടൻ വന്നപാട് ഞാൻ സ്വപ്നം കണ്ട കാര്യമൊക്കെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഏട്ടന് ഭയങ്കര ചിരിയാണ് വന്നത് കേട്ടോ. ചിരിച്ച് കഴിഞ്ഞേച്ച് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി എണ്ണീക്കാൻ മാത്രമല്ല, എഴുന്നേറ്റ പാടെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കി, ടൈഗർ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ സർവൈവ് ചെയ്യും, ലയൺ വന്നാൽ എങ്ങനെ സർവൈവ് ചെയ്യും എന്നൊക്കെ ഞാൻ അടിച്ചു നോക്കി. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച്, ഞാൻ എന്തിനാ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയെന്ന്, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. എന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും സിംഹത്തിൻ്റെയും കടുവേൻ്റെയൊക്കെ മുന്നിൽ പെട്ടാൽ സിംഹത്തിന് കുഴിമന്തി കിട്ടിയ പോലത്തെ ഒരു ഫീലായിരിക്കും ഞാനെല്ലാം മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ. ഇതിനിടയ്ക്ക് മാനൂട്ടൻ എണ്ണീറ്റ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മാനൂട്ടൻ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഓൻ ഭയങ്കര സന്തോഷമായി. കാരണം ഇവനെ ഗർഭിണിയായിരുന്ന സമയത്ത് 8-9 മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ വയറൊക്കെയുള്ള ഒരു ഫോട്ടോ. അപ്പോൾ അവൻ അതിന് ശേഷം ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് കയറൂലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ലൂസ് കിട്ടിയത് കൊണ്ട് ഞാനൊന്ന് എടുത്ത് വെറുതെ ഇട്ട് നോക്കിയതാണ്. അപ്പോഴിത് കറക്റ്റായിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഒന്ന് ഇടാം, എന്നാലും ടൈറ്റാണ്, ചെറിയ ടൈറ്റാണ് ഡ്രസ്സ്, പക്ഷെ ഞാനങ്ങ് ഇട്ടതാണ്. അപ്പം അവൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അവൻ പറഞ്ഞു, കുഞ്ഞാവ വയറ്റിലുള്ളപ്പോൾ അമ്മ ഇട്ട ഉടുപ്പല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചാടി എണ്ണീറ്റത്. അവനങ്ങനെയാട്ടോ. ഞാൻ എന്നിൽ എന്ത് മാറ്റം വന്നാലും അതിന് എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും മാനൂട്ടൻ വേഗം ശ്രദ്ധിക്കും. മാനൂട്ടൻ ചോദിക്കും, അമ്മ ഇത് ഏതാ കമ്മലിട്ടേക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മുടിയിൽ എന്തെങ്കിലും മാറ്റം വന്നല്ലേ, ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റിയാൽ എന്ത് ചെയ്താലും അവനത് മനസ്സിലാവും. പക്ഷേ എങ്കിലുണ്ടല്ലോ, ഏട്ടൻ നേരെ തിരിച്ചാണ്. ഞാനിനി എന്നാ ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞാലും പുള്ളിക്കാരന് തിരിയൂല. പുള്ളി ഒരു മാറ്റം ഇല്ലാത്ത പോലെ. ഇനിയിപ്പോൾ ഞാൻ പുതിയൊരു ചുരിദാർ ഇട്ടാൽ പോലും പുള്ളിക്ക് മനസ്സിലാവില്ല പുതിയ ചുരിദാറായിട്ടേക്കുന്നതെന്ന്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും എൻ്റെ ഒരു പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലഘട്ടം. എനിക്ക് പ്രഗ്നൻ്റ് ആയ ആ ഒരു ടൈം മുതൽ ഞാൻ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ചില സമയത്ത് പോയി ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. മാനൂട്ടൻ ജനിച്ചു കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ അവനെയും കൊണ്ട് അങ്ങ് പോയി ചത്താലോ എന്ന് തോന്നിയിട്ടുണ്ട്. കിണറ്റി ചാടാനൊക്കെ എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മുടിയൊക്കെ ദേഷ്യത്തിൽ മുറിക്കുകയും അങ്ങനത്തെ എന്തൊക്കെയോ പ്രാന്തങ്ങളിയൊക്കെ കളിച്ചൊരു ടൈമാണ്. ശരിക്കും ഏട്ടനാണ് അന്നത്തെ അവാർഡ് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം പുള്ളിക്കാരനന്ന് ഒരുപാട് അനുഭവിച്ച് ഞങ്ങളെ കൊണ്ട്. അപ്പം ഞാൻ അന്ന് എനിക്ക് സങ്കടം വരുമ്പോൾ എപ്പോഴും ഞാൻ മൊബൈലിൽ പാട്ട് വെച്ചിട്ട്, അധികവും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളാണ് എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ കേൾക്കുന്നത് അതാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കുറേ എനിക്ക് റിലാക്സേഷനും കിട്ടും, പക്ഷേ ഞാൻ കരയുകയും ചെയ്യും. അപ്പം ഞാൻ അന്ന് കരഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം മാനൂട്ടൻ ഇവൻ ജനിച്ചതിന് ശേഷം നമുക്കൊരു താരാട്ട് പാട്ട് ഇവന് പാടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ താരാട്ടുപാട്ടൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ മാനൂട്ടൻ കരയുമായിരുന്നു. കരച്ചിൽ ഭയങ്കര കരച്ചിലാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ കുറേ മെലഡി സോങ്സൊക്കെ ഉണ്ട്, കുറച്ച് പഴയ പാട്ടുകൾ, ഒരു ഒഴുക്കിൽ പോകുന്ന പാട്ടുകളൊക്കെ കേട്ടാൽ മാനൂട്ടൻ ഇപ്പോഴും കരയും. അവന് വല്ലാണ്ട് സങ്കടം വരും. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിക്കും, ഈശ്വര, ഞാൻ ചെയ്തത് കൊണ്ടാണോ അവൻ ഇങ്ങനെ ആയിപ്പോയേ? ഞാനന്ന് ഇവനെ ഗർഭിണിയായിരുന്നപ്പോൾ അങ്ങനെ കരഞ്ഞതുകൊണ്ടാണോ ഇവനിപ്പോൾ ഇങ്ങനെ കരയുന്നത്? ആയിരിക്കുമല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അതുകൊണ്ടായിരിക്കുമോ അങ്ങനെ സംഭവിച്ചത്? കാരണം ഇവനൊരു അറിവാകുന്നതിന് മുന്നേ വളരെ കുഞ്ഞിലേ മുതൽ നമ്മളൊരു താരാട്ട് പാട്ട് പാടിയാൽ മാനൂട്ടൻ വലിയ വായിൽ കരയുമായിരുന്നു. അതും പോട്ടെ, അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പഴയ കാര്യങ്ങളല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ പണിയും തീർത്തിട്ടുണ്ട്. ഏട്ടൻ പോകാനിറങ്ങി. അപ്പം ഞങ്ങൾക്കിന്ന് ബാങ്കിൽ പോകാനുണ്ട് കേട്ടോ. ഒരു ഗോൾഡ് ലോൺ പുതുക്കാനുണ്ട്. അപ്പോൾ ഏട്ടനാണെങ്കിൽ പോകാനുള്ള വണ്ടിക്കൂലിയൊക്കെ തന്നിട്ട് പുള്ളി പോയി. കറക്റ്റ് 8:05 അല്ലെങ്കിൽ 8:10 അതിൻ്റെ ഉള്ളിൽ ഏട്ടൻ ഇറങ്ങിയിരിക്കും. കാരണം 8:10 ബസ്. എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഏട്ടന് കൊണ്ടുപോകേണ്ടത് ഞാനൊരു 8 മണിയോടടുപ്പിച്ച് ഭക്ഷണം ആക്കുക. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും പുട്ടാണെങ്കിലും ഒരു 7:30 7:45 കഴിയുമ്പോഴത്തേക്കേ ഞാൻ വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഏട്ടനുള്ളത് ആദ്യം റെഡി ആവുമല്ലോ, അത് ഞാനങ്ങ് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. പിന്നെ എനിക്ക് മാനൂട്ടനുള്ളതല്ലേ വേണ്ടൂ, അത് ഞാനൊരു സാവധാനത്തിൽ എനിക്ക് സമയമെടുത്ത് ഞാൻ പതുക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ ഞാനിന്ന് പതുക്കെയാണ് ഞങ്ങൾക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ഇതെല്ലാ ദിവസവും ഞാൻ ചെയ്യാത്തൊരു പണിയാണ്. കാരണം എൻ്റെ അടുക്കളപ്പണി കഴിഞ്ഞ പാട് ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വയ്ക്കാൻ നിൽക്കാറില്ല. കുറേയൊക്കെ ഞാൻ കഴുകി വയ്ക്കും, കുറേയൊക്കെ അതിനകത്ത് ഇട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്
ഒരു റെസ്റ്റൊക്കെ എടുത്ത് സാവധാനത്തിലേ വന്ന് കഴുകാറുള്ളൂ. ഇന്നിപ്പോൾ പിന്നെ ബാങ്കിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ ചെയ്തു. ഇതിനിടയ്ക്ക് മാനൂട്ടൻ തന്നെ വന്ന് പല്ലൊക്കെ തേച്ചു, പുള്ളിക്കാരൻ തന്നെ കുളിച്ചു. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. എണ്ണ അവൻ തന്നെയാണ് തേക്കുക, എന്നാലും നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അവൻ തന്നെ പോയി കുളിച്ചു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പോയി ഒന്ന് സോപ്പിട്ട് കൊടുക്കുകയേ ചെയ്തുള്ളൂ. അതൊക്കെ ഇപ്പോൾ കുഞ്ഞ് തന്നെ പഠിച്ചു കേട്ടോ, അതൊക്കെ തന്നെ അങ്ങ് ചെയ്തോളും. പിന്നെ ഞാൻ മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ആറിയിട്ടു. പിന്നെ ഒരു അടുത്ത ട്രിപ്പ് ഉണ്ടായിരുന്നു മെഷീനിലിടാനായിട്ട്, അതും മെഷീനിലിട്ടു. ഇനിയിപ്പം ഞാൻ കുളിക്കണം, ഞങ്ങൾക്ക് 10 മണിയാകുമ്പോൾ പോകണം ബാങ്കിൽ. എനിക്കാണെങ്കിൽ ഏട്ടനില്ലാണ്ട് പുറത്ത് പോകുന്ന ഇപ്പം ഇഷ്ടമേ അല്ല കേട്ടോ. പിന്നെ ഇന്ന് പോവാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോകുന്നതാണ്. അപ്പം ഞാൻ കുളിക്കാൻ കയറുകയാണ്. കുളി കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് വേണം പോവാൻ. മാനൂട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ പോവാൻ. ഇട്ടിട്ട് പോകാൻ നമ്മുടെ അടുത്ത് തന്നെയാണ് ബാങ്ക് കേട്ടോ, അപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ അവന് ഒരു നോർമൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ വീണേച്ചി തന്നൊരു ചുരിദാർ എടുത്തിട്ട് നോക്കിയതാണ്. അപ്പോൾ അതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്, അപ്പോൾ അതിനുള്ള ടൈമൊന്നും ഇല്ല. അതുകൊണ്ട് ഇനിയൊരു പഴയ ചുരിദാറൊക്കെ ഇട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ.